പനീർ ടിക്ക മസാല. ഹായ് ഗൈസ്, ഇസ്മിക്കോ കോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ഉണ്ടാക്കാം. നോർത്ത് ഇന്ത്യയിലെ വളരെ ഫേമസ് ആയ, നോർത്ത് ഇന്ത്യ മാത്രമല്ല വേൾഡിൽ ഫേമസ് ആയ പനീർ ടിക്ക മസാല. വളരെ രുചികരമായ ഒരു ഡിഷ്. ചപ്പാത്തിക്കും പൂരിക്കും നാനും പൊറോട്ടയ്ക്കും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല രുചികരമായ, എന്നാൽ അതിൽ മസാലകളില്ലാത്ത ഒരു ഡിഷ്. നമുക്ക് അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പനീർ ടിക്ക മസാലയ്ക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ പനീർ ഒബ്വിയസ് ആണല്ലോ. ഇത് ഹോം മെയ്ഡ് പനീറാണ്, മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. പനീർ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഒന്ന് സൂചിപ്പിച്ചാൽ മതി, ഞാനത് പഠിപ്പിക്കാം. അല്ലെങ്കിൽ അടുത്ത വീഡിയോ ഇതിനു വേണ്ടി ചെയ്യുന്നതായിരിക്കും. പിന്നെ വേണ്ട തക്കാളി. മാർക്കറ്റിൽ ഇപ്പം തക്കാളി വിലക്കുറവാണ്. തക്കാളി ഇപ്പോൾ ഇതിനു വേണ്ടി കുറച്ച് ക്വാണ്ടിറ്റി ഉള്ള ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. 2 സവാള എടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂ, കുറച്ച് ജിഞ്ചർ ഗാർലിക്, കുറച്ച് തൈര്, ക്രീം ഓപ്ഷണലാണ്. ചെറിയ കുറച്ച് സവാള പീസ് എടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാപ്സിക്കത്തിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കൊറിയൻഡർ പൊടി, 1/2 ടീസ്പൂൺ കൊറിയൻഡർ, ഒരു 1/2 സ്പൂണോളം കാശ്മീരി ചില്ലിപ്പൊടി, കുറച്ച് ജീരകപ്പൊടി. ഇത്രയാണ് നമുക്ക് മസാലയായിട്ട് വേണ്ടത്. കുറച്ച് ജിഞ്ചർ ഗാർലിക്, ചെറുതായിട്ട് അരിഞ്ഞാണ്, ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ജിഞ്ചർ ഗാർലിക്, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തൈര് ഒരു 2 സ്പൂൺ തൈരോട് ആഡ് ചെയ്യുന്നുണ്ട്. റെഡി. ഇതിൻ്റെ ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലവർ, കുറച്ച് മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട, 1 സ്പൂണോളം കോൺഫ്ലവർ. പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിവനെ ശരിക്കും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൽ മാരിനേഷൻ വേണ്ടിയിട്ട് ഈ ക്യൂബായിട്ടാണ് മുറിച്ചത് പനീർ ആഡ് ചെയ്യാം. കൂടെ ക്യാപ്സിക്കം 4-5 പീസ് ക്യാപ്സിക്കം, സവാള ഇങ്ങനെ അടർത്തിയെടുത്തത് ഇതൊരു ആഡ് ചെയ്ത് ഇങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പനീർ ടിക്കയ്ക്കുള്ള പനീർ ഇതിനൊരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ മാരിനേഷൻ വേണ്ടി ഒരു 20 മിനിറ്റ് എടുക്കും. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ളതൊന്ന് മുറിച്ച് വെക്കാം. തക്കാളി മുറിച്ചെടുത്തു. സവാള നമുക്ക് അരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മുറിച്ചെടുത്താൽ മതി. സവാള ഇതുപോലെ തന്നെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ചെറിയ പീസായിട്ട് നോക്കണ്ട, ഒരു സെൻറ്ററിലൊന്ന് മുറിച്ച്. ഇത്രയേ ഉള്ളൂ നമ്മുടെ തക്കാളി. ഒരു ചെറിയ തക്കാളിയും സവാളയും നമുക്ക് കുത്തിയരിഞ്ഞെടുക്കണം. അത് ലാസ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടിയാണ്, അത് പിന്നീട് മുറിക്കാം. ഇപ്പോൾ നമ്മളിത് റെഡിയാണ്. നമുക്കിനി കുക്കിങ്ങിലേക്ക് പോവാം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ക്യൂബ്സ്, അതായത് പനീർ മാരിനേഷൻ ആയിട്ടുണ്ട്. നമുക്ക് പിന്നെ ഒന്ന് വറുത്തെടുക്കാം. എളുപ്പം പിന്നെ ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി സ്റ്റവ് എത്തിച്ച് ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ ഫുഡാകുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല, സൺഫ്ലവർ ഓയിൽ. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ പാനിലേക്ക് ക്യൂബ്സ് ഇങ്ങനെ എടുത്തെടുത്ത് വെക്കാം. ക്യൂബ്സിനൊപ്പം നമ്മുടെ ക്യാപ്സിക്കവും കൂടെ ആഡ് ചെയ്യാം. അങ്ങോട്ട് ക്യാപ്സിക്കം, സവോളയും എല്ലാം, ഓണിയൻ, ക്യാപ്സിക്കം. ഇതിന് നമ്മൾ അധികം മൂപ്പിക്കൊന്നും വേണ്ട കേട്ടോ. ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് കളർ മാറ്റിയെടുക്കുക. തിരിച്ച് മറിച്ച് വിട്ടൊന്ന് മുറിച്ചെടുക്കുക. ഈ പനീർ ടിക്ക നല്ല ടേസ്റ്റ് സാധനം കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. പനീർ ടിക്ക ഏകദേശം റെഡിയായിട്ടുണ്ട്. ഒന്ന് മുരിഞ്ഞു വന്നു എല്ലാ സൈഡും കൊണ്ട്. നമുക്ക് ഇന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. പിന്നെ മാറ്റി വെക്കാം. ഇനി വേണ്ടത് കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. അതിലേക്ക് നമ്മൾ 2 വറ്റൽമുളക്, കൂടെ 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ 2-3 ഗ്രാമ്പൂൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കറുവാപ്പട്ട. അതിലേക്ക് നമുക്ക് നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം.
തക്കാളിയാണ് എൻ്റെ മെയിൻ ഗ്രേവിയും ആ തിക്നെസ് എല്ലാം തരുന്നത് കേട്ടോ. നമ്മുടെ തക്കാളിക്ക് ഒരു കഞ്ചുത്തരം കാണിക്കേണ്ട, ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഒരെണ്ണം കൂടിയാലൊന്നും ഒരു കുഴപ്പമില്ല. തക്കാളി അത്രയോ ഗ്രേവി ടേസ്റ്റി തിക്കുമായിരിക്കും. നമുക്കിതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ച സവാള, ഒരു സവാള മതി കേട്ടോ, ധാരാളമാണ്. ഞാൻ പറഞ്ഞില്ല, അധികം മസാലകളൊന്നുമില്ല. ഇതിൽ തീയൊന്ന് കുറച്ച് കൊടുത്തിട്ടേ നമുക്കെടുത്ത് കുറച്ച് മസാല ആഡ് ചെയ്യാറുണ്ട്. മുളകും മല്ലിയൊക്കെ അത് ആഡ് ചെയ്യാം. ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അര സ്പൂണോളം കൊറിയണ്ടർ, മല്ലിപ്പൊടി, അത്രയും തന്നെ കാശ്മീർ റെഡ് ചില്ലി കളറിനാണ് കേട്ടോ. കുറച്ച് ജീര പൗഡർ, ഇത്ര നമുക്കിപ്പോൾ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതിനെ അധികം മൂപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കുകയുള്ളൂ. കാരണം ഇതിൻ്റെ ആ മുളക് പൊടിയുടെ കളറൊന്നും പോകരുത്. കളറൊന്നും പോകാതെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ കാണുമ്പോഴുള്ള സങ്കീർണതയേ ഉള്ളൂ, വളരെ ഈസിയാണ്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി ഉപ്പ് നമുക്ക് ലാസ്റ്റ് ടേസ്റ്റ് നോക്കി കൊടുക്കാം. നമുക്ക് ഈ നമ്മുടെ എടുത്ത് വെച്ച കാഷ്യൂ ഒരു 6 ഉണ്ട്, അത് ആഡ് ചെയ്ത് കൊടുത്തു. ആ ഗ്രേവിക്കൊരു തിക്നെസ്സും ഒരു അണ്ടിപ്പരിപ്പിൻ്റെ ടേസ്റ്റൊക്കെ വരാൻ വേണ്ടി കേട്ടോ. നമുക്ക് ഇതിലേക്ക് വെള്ളം, ഏകദേശം 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. നമുക്ക് പിന്നെ അടച്ച് വെക്കാം. ഇനി 5 മിനിറ്റ് അത് കഴിഞ്ഞ് കാണാം. ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി നല്ലപോലെ പറ്റി നല്ല വെന്ത് ഒക്കെ ആയിട്ടുണ്ട്. നമുക്കിതിനെ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ പനീർ ടിക്കയുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം ആഡ് ചെയ്തായിരുന്നു കേട്ടോ, വെള്ളം തീരെ പറ്റിപ്പോയിരുന്നതുകൊണ്ട്. നമുക്കിതിനെ ഒന്ന് തണുപ്പിച്ച് നല്ല രീതിയിൽ പേസ്റ്റാക്കി, നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തോണ്ട് വരണം. അരിച്ചെടുത്താൽ ഇതിലും സൂപ്പറാണ്. നമ്മളിപ്പോൾ അരിക്കാനൊന്നും പോകുന്നില്ല, നമ്മളിതിനെ അരച്ചെടുത്തുകൊണ്ട് വരാം. ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഗ്രേവി റെഡിയാണ്. ഗ്രേവി നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതിനൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ഒന്നുകൂടെ സ്റ്റൗ കത്തിച്ചിട്ട് ആ സെയിം പാൻ വെച്ച് കൊടുക്കാം. പാത്രത്തിലേക്ക് അഗൈൻ ഒരു ചെറിയ പീസ് ബട്ടർ, കുറച്ച് എണ്ണ, സൺഫ്ലവർ ഓയിലാണ്, മറക്കരുത്. ചൂടായിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാവേ. ജീരകം ഒന്ന് മൂത്തു. അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഒരു സവോള, കൊത്തി അരിഞ്ഞ സവാള, പിന്നെ നമുക്കൊരു ബ്രൗൺ കളറിൽ ആക്കിയെടുക്കണം. ബ്രൗൺ കളർ ആകുന്നതിന് വരെ വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് ആദ്യം ഇടണ്ട കേട്ടോ, അത് കരിഞ്ഞ് പോകാൻ അതിൻ്റെ ടേസ്റ്റ് നശിപ്പിച്ച് കളയും. സവോളയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യുക. സവോള ഏകദേശം കളർ മാറി. നമുക്കതിലേക്ക് ഫൈനലി ചോപ്ഡ് ടൊമാറ്റോസ്, ചെറുതായി അരിഞ്ഞ ടമാട്ടർ, തക്കാളി, ഇതൊന്ന് മൂത്ത് ഇതിലെ ഈ തക്കാളിയിലെ വെള്ളം ഒന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങും. നല്ല ചൂടാകട്ടോ. തക്കാളിയിലെ വെള്ളം പുറത്തേക്ക് വരാൻ തുടങ്ങി. നമുക്കതിൻ്റെ തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഫൈനൽ മസാലാസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് തന്നെ നമ്മൾ ആദ്യം ചേർത്ത മസാലാസ് തന്നെ. ഒരു 1/2 സ്പൂണോളം കൊറിയണ്ടർ പൗഡർ, അത്രയും തന്നെ കാശ്മീരി ചില്ലി പൗഡർ, മറന്നുപോലെ കളറിനാണ്. കുറച്ച് ഗരം മസാല വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. തീ കുറച്ച് കൊടുക്കണം, മൂപ്പിച്ച് അതിൻ്റെ ഫ്ലേവർ നശിപ്പിക്കല്. ഇതായി. നമുക്കിതിലേക്ക് എടുത്ത് വെച്ചാൽ പനീർ ടിക്ക ഇട്ട് കൊടുക്കാം. പനീർ ടിക്ക കുറച്ച് ഉപ്പും കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാവേ. നമ്മൾ ആദ്യം പനീറിൽ ഉപ്പിടാൻ മറന്നുപോയി, അതുകൊണ്ടാണിത്. ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് യോജിച്ച് കഴിയുമ്പോഴേ പക്ഷേ 1 മിനിറ്റ് ഒന്ന് സ്റ്റെയർ ചെയ്യുക, ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക 1 മിനിറ്റ്. അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബേസായ ടൊമാറ്റോ ഒണിയൻ പ്യൂരി
ടൊമാറ്റോ ഓണിയൻ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷമായി നമുക്ക് ഏകദേശം 1 മിനിറ്റായി നമുക്കിതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ അല്ല, ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്രേവി മെല്ലെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് തീ കുറച്ച് കൊടുക്കാം കേട്ടോ. കുറച്ചല്ല, കുറച്ച് കൂട്ടി കൊടുക്കാം. സിമ്മിൽ നിന്ന് മാറ്റി ഒരു 2 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഉപ്പ് ഒന്ന് നോക്കട്ടെ. ഉപ്പ് കുറച്ച് കുറവുണ്ട്, ഞാൻ ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്യുവാണേ. നമുക്ക് പിന്നെ ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ പനീർ ടിക്ക റെഡിയാണ്. ഗ്രേവി നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ട് നമ്മുടെ ഹോട്ടലിൽ കിട്ടുന്ന അതേ ടൈപ്പിൽ പനീർ ടിക്ക റെഡിയാണ്. നമുക്കിതിലേക്ക് കുറച്ച് സാധനം ആഡ് ചെയ്യാനുണ്ട്. ആദ്യം ഒരു പീസ് ബട്ടർ, സെക്കൻഡ്ലി കുറച്ച് ക്രീം, ഫ്രഷ് ക്രീമാണ്. ഓപ്ഷനിലാണ് കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, അല്ല അവൈലബിൾ ആണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നെ കുറച്ച് കാശ്മീരി മെത്തി, ആ ബട്ടറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് പുറത്തേക്ക് വരാൻ വേണ്ടി കുറച്ച് കാശ്മീരി മെത്തിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ പനീർ ടിക്ക മസാല സംഭവം റെഡിയാണ്. ടേസ്റ്റിയാണ്. നമ്മുടെ ചപ്പാത്തി, പൂരി, നാൻ, പൊറോട്ട എന്തിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പനീർ ടിക്ക മസാല റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സ്വാദിഷ്ടമാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുകയും വേണം. ഇന്നത്തേക്ക് ഇത്ര മാത്രം. അടുത്തൊരു വീഡിയോ കാണും വരെ ഇറ്റ്സ് മീ കോ സൈനിങ് ഓഫ്. ബൈ.